ഹുസൈൻ നമുക്കൊപ്പം ഈ വിഷയത്തിൽ തത്സമയം ചേരുകയാണ്. ശ്രീ ആരിഫ് ഹുസൈൻ, ഇന്നിപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചർച്ചയ്ക്ക് ഏതാനും നിമിഷങ്ങൾക്കകം ലോക്സഭയിൽ തുടങ്ങുകയാണ്. അങ്ങ് എങ്ങനെയാണ് ഈ ചർച്ചയെ നോക്കിക്കാണുന്നത്? പ്രത്യേകിച്ച് നമുക്കറിയാം, ആ ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ദൂറും പഹൽഗാം ഭീകരാക്രമണവും ഒക്കെ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്നൊക്കെ ചില വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സൈന്യം പറയുന്ന കാര്യങ്ങളെ തള്ളുന്നുണ്ടായിരുന്നു, കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന കണക്കുകളെ തള്ളുന്നുണ്ടായിരുന്നു. അതിനാൽ ഇന്നിപ്പോൾ പ്രതിപക്ഷത്തിന്റെ ആവശ്യാനുസരണമാണ് ഇത്തരമൊരു ചർച്ച, 16 മണിക്കൂർ ചർച്ച ലോക്സഭയിൽ ആരംഭിക്കുന്നത്. അങ്ങ് എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പ്രതിപക്ഷത്തിന്റെ ആവശ്യപ്രകാരം ഇങ്ങനെ ഒരു ചർച്ച നടക്കുന്നു എന്ന് അറിയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാരണം ജനാധിപത്യ സംവിധാനം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടേണ്ട ഒരു സംഗതിയാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യങ്ങളോട് നമ്മൾ കാണിക്കുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ അത്തരം സംഭാഷണങ്ങൾ, അത്തരം ചർച്ചകളൊക്കെ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ തീർത്തും അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. അത് നടക്കുന്നതിൽ സന്തോഷം. പിന്നെ ഈ സിന്ദൂർ ഓപ്പറേഷൻ അത് സംബന്ധിച്ചിട്ട് പറയുകയാണെങ്കിൽ, ഈ ഒരു ഓപ്പറേഷൻ നടക്കുന്ന വേളയിൽ നമ്മളുടെ നാട്ടിൽ ഇതുപോലെ പ്രതിപക്ഷം നടത്തിയിട്ടുള്ള ചില വളരെ നിരുത്തരവാദപരമായ അല്ലെങ്കിൽ വളരെ ഇമ്മച്യൂർ ആയിട്ടുള്ള ചില പ്രകടനങ്ങൾ വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത്രയെങ്കിലും കാത്തു നിന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഒരു തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് വരുന്നത് കാണുമ്പോൾ നമുക്കൊരു സന്തോഷം. അത് ചർച്ച ചെയ്ത് അതിനകത്തുള്ള ദുരൂഹതകൾ, അതല്ലെങ്കിൽ അവരുടെ സംശയങ്ങൾ, ഇതെല്ലാം നമുക്ക് തീർത്തു കൊടുക്കാൻ കഴിയണം എന്ന് തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാരണം ഇത് ഓരോ പൗരന്റെ ആവശ്യം തന്നെയാണ്. അവിടെ അവർ ഉന്നയിച്ചിട്ടുള്ള ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇതുപോലെ തീർത്തും അത് വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്ത് അതിന് വേണ്ട ഒരു പരിഗണന കൊടുക്കണമെന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ പറയുന്നത്. ശ്രീ ആരിഫ് ഹുസൈൻ, ഒരു ചോദ്യം കൂടി ഉള്ളത് ഈ ശശി തരൂരുമായി ബന്ധപ്പെട്ടാണ്. അതായത് ഈ നമുക്കറിയാമല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ വിദേശ രാജ്യങ്ങളിലേക്ക് യാത്ര നടത്തുകയും ഓപ്പറേഷൻ സിന്ദൂരിന്റെ അനിവാര്യത എന്താണ്, അല്ലെങ്കിൽ എന്തുകൊണ്ട് പാകിസ്ഥാനിലേക്ക് നമ്മളൊരു സ്ട്രൈക്ക് നടത്തി, ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി തന്നെ വിശദീകരിച്ച ഒരു നേതാവാണ് ശശി തരൂര്. അദ്ദേഹത്തിന് ഈ നിർണായകമായ ചർച്ചയിൽ സംസാരിക്കാനുള്ള അനുമതി കോൺഗ്രസിന്റെ നേതൃത്വം നൽകുന്നില്ല എന്നാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂർ അത് വേണ്ടതാണോ അല്ലയോ എന്നത് സംബന്ധിച്ച് രണ്ടാമതൊരു അഭിപ്രായം ഇന്ത്യയിൽ ഒരു പൗരനുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി അങ്ങനെ ഒരു അഭിപ്രായം അത് കോൺഗ്രസിനുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഇത്തരത്തിലുള്ള നടപടികളിലൂടെ അവരത് പ്രകടമാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ അധപ്പതനം അത് പൂർത്തിയാക്കുകയാണ് ചെയ്യുക. ഒന്നത്. രണ്ട്, ഇപ്പോ ശശി തരൂര് എന്നല്ല, ആർക്ക് തന്നെയാണെങ്കിലും അതിനകത്ത് സംസാരിക്കാനുള്ള ഒരു അവകാശം കൊടുക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഓൾ പാർട്ടി ഡെലിഗേഷൻ അതിനകത്ത് പങ്കെടുത്തിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള ഭാഗം പറയാനുള്ള അവകാശം ഉണ്ട്. അത് നിഷേധിക്കുന്നു എന്ന് വരുമ്പോൾ തൊട്ടു മുന്നേ പറഞ്ഞ പോലെ ജനാധിപത്യത്തിൽ അത്തരം സംവിധാനങ്ങളിൽ കാണിക്കേണ്ട ഒരു മര്യാദ അത് കോൺഗ്രസും കാണിക്കേണ്ടതുണ്ട്. പക്ഷെ ചരിത്രപരമായി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പലപ്പോഴും അതിനെ കൊഴിച്ചു മൂടിയ ഒരു ചരിത്രമാണ് കോൺഗ്രസിനുള്ളത്. എന്ന് വരുമ്പോഴാണ് ഇത് കൂടുതൽ ഭാവിയിലേക്ക് കോൺഗ്രസിന് കൂടുതൽ പരിക്കുകൾ ഉണ്ടാക്കാന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ശശി തരൂരിനോട് കാണിക്കുന്ന ഈ തരത്തിലുള്ള അവഗണന എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് കാണിക്കുന്ന ഇത്തരം വ്യഗ്രത എന്ന് പറയുന്നത്, അവരെന്തോ ഒളിപ്പിച്ചു വെക്കുന്നു എന്ന രീതിയിലോ, അല്ലെങ്കിൽ അവരുടെ അജണ്ടകൾ മാത്രമാണ് പ്രധാനം, രാജ്യ താല്പര്യങ്ങൾക്ക് അതീതമാണ് അത്തരം പേഴ്സണൽ അജണ്ടകൾ, പാർട്ടികളുടെ അജണ്ടകൾ എന്നുള്ള ഒരു രീതിയിൽ വരുമ്പോൾ അത് ജനങ്ങൾക്ക് മടുപ്പുണ്ടാക്കുകയാണ് ചെയ്യുക. അത് കോൺഗ്രസിനോടുള്ള ആ ഒരു പ്രതിപത്തി പതിയെ കുറച്ചുകൊണ്ട് വരെയാണ് ഉണ്ടാവുക. കോൺഗ്രസിന്റെ നില കൂടുതൽ പരിങ്ങലാവുകയും ചെയ്യാം. വളരെ നന്ദി ശ്രീ ആരിഫ് ഹുസൈൻ, ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്. ഓപ്പറേഷൻ സിന്ദൂരുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായ ചർച്ചയ്ക്ക് 11 മണിക്ക് ലോക്സഭയിൽ തുടക്കമാകുകയാണ്. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ചർച്ചയ്ക്ക് തുടക്കം കുറിക്കും. 16 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ചർച്ചയാണ്. ചർച്ചയ്ക്കൊടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയിൽ മറുപടി നൽകും. രാജ്യസഭയിലും നാളെ നിർണായക ചർച്ച നടക്കും.